Come with us to visit Wenzhou in Zhejiang province, China. നമ്മളിപ്പോൾ വെൻചോയിലാണ്. നമ്മൾ ഇവിടെ ഫാക്ടറീസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്ലാൻ ഇച്ചിരി ഒന്ന് മാറി. യുവു മാർക്കറ്റ് കണ്ടതിന് ശേഷം തിരിച്ച് വെൻചോയിൽ വന്ന് ഇവിടുത്തെ ഫാക്ടറീസിലേക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇപ്പം നമ്മൾ വെൻചോ എയർപോർട്ടിൽ നിന്ന് മെട്രോ എടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് മെട്രോയുടെ ഔട്ട്സൈഡ് ഒന്ന് കാണാൻ പറ്റിയത്. ഇവിടുത്തെ മെട്രോ സിസ്റ്റം ഭയങ്കരമാണ് കേട്ടോ. നമ്മുടെ മെട്രോ ഒക്കെ ഇത് കണ്ടു പഠിക്കണം. ഇനി ഇവിടുന്ന് നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് ഒരു 1.25 മണിക്കൂറത്തെ യാത്രയുണ്ട് യുവു എത്താൻ വേണ്ടിയിട്ട്. ബുള്ളറ്റ് ട്രെയിൻ എടുക്കാനായിട്ട് ടിക്കറ്റ് ഓഫീസിൽ പോയി ടിക്കറ്റും എടുത്തിട്ട് ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കോഴിക്കാല് നമ്മൾ ഷൗബേലൂയിൽ പോയപ്പോൾ കണ്ടായിരുന്നു. ഇത് എന്തിൻ്റെയോ തല. എൻ്റെ ദൈവമേ, എനിക്ക് തല കറങ്ങുന്നു. ഇതൊക്കെ എത്തുമ്പോൾ ആർക്കേനും വേണമെങ്കിൽ പറഞ്ഞോ, വാങ്ങിച്ചുകൊണ്ട് വരാം. അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളെന്താ വാങ്ങിക്കുന്നത്? ഇത് ഡക്കിൻ്റെ നാക്ക്, ഇത് ഡക്കിൻ്റെ കഴുത്ത്, ഇത് ഡക്കിൻ്റെ ക്ലാവിക്കിൾ, ഇത് കോഴിക്കാല്, ഇത് ഡക്കിൻ്റെ കാല്, ഡക്കിൻ്റെ കയ്യ്, ഡക്കിൻ്റെ കുടല്. ഇതെന്താണെന്ന് മറന്നുപോയി. ഇതിവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ആ സാധനങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്താണോ അത് വേവിച്ചാന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പാക്കറ്റാക്കി വരുന്നുണ്ട്. ഡ്രൈ പാക്കേജിങ് കഴിഞ്ഞ് വരുന്നതാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ എക്സ്പയറി ഡേറ്റ്സ് ഉണ്ട്. കോഴിയുടെ കാലുകൾ. ഇപ്പോൾ ഒരു തീരുമാനമായി, ഇവിടെ എങ്ങൊന്നും കഴിക്കാൻ കൊള്ളാമെന്നൊന്നുമില്ല. നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു മാക്ഡോണൽഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇനി അവിടെ വരെ പോയിട്ട് വരുന്നത് റിസ്ക് ആണ്. സമയം ചിലപ്പോൾ ലേറ്റ് ആവും, പിന്നെ ഒത്തിരി ദൂരമാണ്. ഇനിയിപ്പം കയറിയിട്ടും അല്ല ഉണ്ടോ, മിക്കവാറും രാവിലെ പട്ടിണിയായിരിക്കും. എന്താ ലുക്കല്ലേ? ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് പോലെ ഇരിക്കും. ട്രെയിൻ ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും അവരൊരു സ്നാക്ക് ബോക്സും ജ്യൂസും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. റേസൻസ്, ആൽമണ്ട്സ്, ബിസ്ക്കറ്റ്, ഡ്രൈ ബീഫ്, ഡ്രൈ പോർക്ക്. ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല, പൊട്ടിക്കും പറയാം. ഇങ്ങനെയുള്ള പ്രത്യേകതരം ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ചൈനീസ് ആൾക്കാരുടെ അടുത്തു നിന്ന് നമുക്കൊരു പ്രത്യേകതരം സ്മെല്ല് വരും. ഞങ്ങൾ മീറ്റ് ചെയ്ത മിക്ക ആൾക്കാർക്ക് ഈ ഒരു സ്മെല്ലുണ്ടായിരുന്നു. സോ ഐ വുഡ് സേ ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് സ്മെൽ. എനിവേ, ഈ ഒരു 75 മിനിറ്റ്സിന്റെ യാത്ര ചാച്ചൻ കാഴ്ചകൾ കണ്ടു തീർത്തു, ഞാൻ ഉറങ്ങി തീർത്തു. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നതാണ് യുവു മാർക്കറ്റ്. യുവു ഫൂട്ടിയാൻ മാർക്കറ്റ് ആണ് വേൾഡിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ഫോർ സ്മോൾ കൊമോഡിറ്റി ഗുഡ്സ്. 75,000-ൽ കൂടുതൽ ഷോപ്സ് ഉണ്ട് ഇവിടെ. 4 ദിവസം മുമ്പേ എക്സിബിഷന് പോയി ഞെട്ടിയ പോലെയല്ല, ഇത് അതിലും ഭീകരമാണ്. ഈ കാണുന്നത് ചൈനീസ് ബ്രാൻഡായ ഗീലിയുടെ പാൻഡ മിനി എന്ന് പറയുന്ന വണ്ടിയാണ്. എന്ത് ക്യൂട്ട് അല്ലേ കാണാൻ. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കഴിക്കാൻ പോയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഓട്ടമായിരുന്നു. തിരിച്ച് വെൻചോ പോകാനുള്ള ബുള്ളറ്റ് ട്രെയിനിന്റെ കറക്റ്റ് സമയത്ത് ഞങ്ങൾ കയറി വെൻചോയിലെത്തി. ഇന്നത്തെ ദിവസം ഞങ്ങൾ വെൻചോയിലുള്ള പല ഇലക്ട്രിക്കൽ ഫാക്ടറീസ് വിസിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ പ്ലഗ്സ് ആൻഡ് സോക്കറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ്. ഇത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഇവിടെയാണ് ഇവർ അതിന്റെ കോപ്പർ പിന്നും പ്ലാസ്റ്റിക് കമ്പോണൻസും എല്ലാം ഉണ്ടാക്കുന്നത്. മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ തൊട്ട് മേളത്തെ ഫ്ലോറിലാണ് അസംബ്ലിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയാണ് കമ്പോണൻസ് എല്ലാം അസംബിൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഫ്ലോർ നമ്പറിംഗ് സിസ്റ്റം ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്. ഇവർ ഗ്രൗണ്ട് ഫ്ലോറിനെ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറലി നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഇവർക്ക് സെക്കൻഡ് ഫ്ലോർ ആണ്, ആൻഡ് സോ ഓൺ. ചൈനയിൽ വന്നിട്ട് തോന്നിയ വേറെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക ആപ്സും ലൈക്ക് ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് ഇതെല്ലാം ബാൻഡ് ആണ്. ബിക്കോസ് ചൈനീസ് ഗവൺമെന്റിന്റെ റൂൾസിനോട് അത് കംപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചൈനയിൽ വരുമ്പോൾ VPN യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ കൂടുതലും പണി മെഷീനാണ് എടുക്കുന്നത്. ക്വാളിറ്റി ചെക്കിന് മാത്രമാണ് നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടുള്ളൂ. ഇവരുടെ ഈ പ്രോസസ്സും മെഷീനറിയും ഒക്കെ കണ്ടു, ഭയങ്കര ഫാസിനേറ്റിംഗ് അല്ലേ. ഫൈനലി ഇതാണ് പാക്കേജിംഗ് യൂണിറ്റ്. പാക്കേജിംഗ് യൂണിറ്റിൽ കുറച്ചുകൂടെ ഒക്കെ ആൾക്കാരുണ്ട് കേട്ടോ.
അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ബ്രാസ് ഗ്ലാൻസ്, ലോക്ക് നട്ട്സ്, റിലേസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലോട്ടാണ്. ഈ ഒരു ഫാക്ടറി വിസിറ്റിങ്ങിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഈ ചൈനയുടെ സാധനം എന്ന് പുച്ഛിച്ച് പറയുമല്ലോ. പക്ഷെ ചൈനയിൽ സ്റ്റാൻഡേർഡ് പ്രോസസ്സസ് വഴി ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. ഒന്ന് മുങ്ങിത്തപ്പി നോക്കിയാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഇനിയും ഒത്തിരി ഫാക്ടറീസിൽ പോയായിരുന്നു. എല്ലാം ഇപ്പൊ കാണിക്കാൻ നിന്ന ഈ വീഡിയോ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. അതുകൊണ്ട് ഇനി പിറ്റേ ദിവസം ഞങ്ങൾ ഷെൻജൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലൈറ്റിങ്ങിന്റെ ഫാക്ടറിയിൽ പോയതും കൂടെ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിച്ചേക്കാം. എന്താ ചെയ്യുന്നത്? എന്താ അത്ര ധൃതി? എന്താല്ലേ, എന്തൊരു പ്രിസിഷനിൽ എന്തൊരു സ്പീഡിലാണ് നടക്കുന്നത്. എയർ കളയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റിംഗ്. ഏജിങ് റൂം, 8 മണിക്കൂർ ടെസ്റ്റിങ്ങിനായിട്ട് വെക്കുന്ന റൂം. ഹൈ ടെമ്പറേച്ചർ ലബോറട്ടറിയാണ്. So we have come to the end of today's video and our business trip to China. I hope you liked the video. എന്തെങ്കിലും questions or clarifications ഉണ്ടെങ്കിൽ do comment down below. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. So see you in the next one. Bye.